സഹാബത്ത് നബി തങ്ങളെ എത്രയെല്ലാം ബഹുമാനിച്ചു. അവിടുത്തെ പേര് പറയുമ്പോൾ പോലും ഫിദാക അബീ വ ഉമ്മീ, എന്റെ ബാപ്പയെ എന്റെ ഉമ്മയെ അങ്ങയ്ക്ക് സമർപ്പിക്കുന്നു നബിയേ എന്ന് പറഞ്ഞുകൊണ്ടാണ് സംബോധനം ചെയ്യുന്നത്. എന്തിനധികം പറയണം, ഇപ്പോഴും മദീനയിൽ ചെന്നാൽ അവിടുത്തെ മുഖത്തേക്ക് നോക്കി നമ്മൾ സലാം പറയുമ്പോൾ അവിടെ 2 റൗണ്ട് പില്ലറുണ്ടല്ലോ, ആ റൗണ്ട് പില്ലറിന്റെ മേലെ സ്വർണ്ണലിപി കൊണ്ട് എഴുതി വെച്ച പദ്യമുണ്ടല്ലോ, അവിടെയും പറയുന്നത് എന്താണ്? നഫ്സീ ഫിദാഉൻ ലിഖബ്രിൻ അൻത സാകിനുഹു ഫീഹിൽ ലഫാഫു വഫീഹിൽ ജൂദു വൽ കറമു. എന്റെ ശരീരം അവിടുത്തെ ഖബറിന് സമർപ്പിക്കുന്നു നബിയേ, കാരണം അവിടുന്ന് താമസിക്കുന്നു എന്നതാണ് ഈ ഖബറിന്റെ മഹത്വം. ഇനി നിങ്ങൾക്ക് കേൾക്കണോ? മഹാനായ ജാബിർ റളിയല്ലാഹു അൻഹു, മഹാനവറുകളുടെ ബാപ്പ ഷഹീദായി കൊല്ലപ്പെട്ടതാണ് ഉഹദ് യുദ്ധത്തിൽ. അതേ, അപ്പോഴുള്ള വസിയത്താണ്, എന്റെ കടം വീട്ടണം മോനെ. കടം വീട്ടാൻ വേണ്ടി നോക്കുമ്പോൾ ഈത്തപ്പഴം മുഴുവനും പറിച്ചാൽ അത് മതിയാകില്ല. ഹബീബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളടുക്കൽ ചെന്ന് ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്നു, ഫസ്തഅൻതു നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ നബി തങ്ങളോട് ഇസ്തിഗാസ ചെയ്തു, ഞാൻ സഹായം തേടി. ഇസ്തഅൻതു എന്ന് പറഞ്ഞാലും ഇസ്തഗസ്തു എന്ന് പറഞ്ഞാലും ഒരേ അർത്ഥം തന്നെയല്ലേ? അതേ, ഞാൻ നബി തങ്ങളോട് സഹായം തേടി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കടം കിട്ടാനുള്ളവരെ വിളിച്ച് അതിൽ നിന്ന് കുറെ വിട്ടുകൊടുക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടു നോക്കി, അവരതിന് തയ്യാറല്ല. അപ്പോൾ നബിതങ്ങൾ പിന്നെ സഹായിക്കുന്നത് എങ്ങനെയാണ്? നബിതങ്ങളെ സഹായം അതൊരു സാധാരണ സഹായമല്ലല്ലോ. ഇമാം ബൂസിരി തങ്ങൾ ചൊല്ലിയില്ലേ, വൽബഹിരി ഫീ കറമിൽ വൽബഹിരി ഫീ കറമി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൊടുതിയുടെ വിഷയത്തിൽ കടല് പോലെയാണ്. കടലിന്റെ കൊടുതി നമുക്കറിയാമല്ലോ. മുസ്ലിമിനും അമുസ്ലിമിനും എല്ലാവർക്കും കോടിക്കണക്കിന് ആളുകൾക്ക് അതാ വലയുമായി ചെല്ലുമ്പോൾ ചെറുതും വലുതുമായ എന്തെല്ലാം മത്സ്യങ്ങളാണ് കടല് നൽകുന്നത്. അതിനെണ്ണവും കണക്കുമില്ലല്ലോ. ഇന്നലെ വന്ന അതേ മനുഷ്യൻ ഇന്നും വലയും കൊണ്ടുവരുമ്പോൾ ഇന്നലെ വന്നതല്ലേ നീ, ഇന്നും വന്നോന്ന് ചോദിക്കുന്നില്ലല്ലോ. ഒരിക്കൽ ചൂണ്ടയിട്ട് മീൻ പിടിച്ചവൻ രണ്ടാമത് ചൂണ്ടയിടുമ്പോൾ നീ നേരത്തെ ചൂണ്ടലിൽ പിടിച്ചവനല്ലേ എന്ന് ചോദിക്കുന്നില്ലല്ലോ. അമുസ്ലിം മുസ്ലിം വ്യത്യാസമില്ലല്ലോ, കക്ഷിഭേദമില്ലല്ലോ. എല്ലാവർക്കും കൊടുക്കലല്ലേ കടലിന്റെ സ്വഭാവം. അത് വെറും ഭക്ഷ്യവസ്തു മാത്രമല്ലല്ലോ, വലിയ വിലയുള്ള മുത്തുകൾ കടല് സംഭാവന ചെയ്യുന്നില്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളെ സംഭാവന സുബ്ഹാനല്ലാഹ്, എല്ലാ മുത്തിനേക്കാളും വൈരത്തെക്കാളും വലിയ വിലയുള്ളത് പോരാ, വില പറയാൻ പറ്റാത്തതല്ലേ ഹിദായത്തും ഈമാനും. സുഹൃത്തുക്കളെ, ആ ഈമാനിന്റെ വിതരണം ചെയ്യുന്നത് മുഹമ്മദുർ റസൂലുള്ളാഹി. കടല് പോലെയുള്ള കൊടുതി എന്ന് ഇമാം ബുസ്രി വെറുതെ പറഞ്ഞതല്ലല്ലോ. ആ ഹബീബായ നബിതങ്ങൾ ആദ്യം റെക്കമെൻഡ് ചെയ്തു നോക്കി കടം കിട്ടാനുള്ളവരോട്. അവരതിന് പൊരുത്തപ്പെട്ടു കൊടുക്കാൻ സന്നദ്ധമല്ലെന്ന് കണ്ടപ്പോൾ നബിതങ്ങൾ പിന്നെ അസാധാരണ വഴിയിലൂടെ സഹായിക്കുകയാണ്. അതെങ്ങനെയാണ്? ജാബിർ റളിയല്ലാഹു അൻഹുവിനോട് പറയുന്നത്, ജാബിറേ, നിങ്ങൾ മുന്നിലങ്ങ് പോയിക്കോളൂ, ഈത്തപ്പഴം പറിച്ചിട്ട് ഇനം തിരിച്ച് വെവ്വേറെ വെച്ചോളൂ, ഞാൻ നിങ്ങൾ ആളെ പറഞ്ഞേച്ചാ ഞാനങ്ങ് വരും.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കൽപ്പിച്ചതുപോലെ ചെയ്തു. ഹബീബ് നബി തങ്ങളടുത്ത് ആള് വന്നപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങോട്ട് വരികയാണ്. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കൂടെയുണ്ട്, ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളുണ്ട്. അവിടെ നേരെ വന്നിട്ട് ആ ഈത്തപ്പനയുടെ സമീപത്ത് അവിടുന്ന് ഇരിക്കുകയാണ്. എന്നിട്ട് പറയുന്നു, അതാ കടം കിട്ടാനുള്ളവരെ മുഴുവനും വിളിക്കോ, കിൽഹും, അവർക്ക് മുഴുവനും അളന്നു കൊടുക്കൂ ജാബിറേ. ഇവിടെ അവിടുന്ന് ഒന്നും ചെയ്യുന്നില്ല, അവിടുത്തെ സാന്നിധ്യം മാത്രമാണ്. അവിടെ വന്നിരിക്കുകയാണ്. അതേ, കിൽഹും, അവർക്ക് അളന്നു കൊടുക്കൂ ജാബിറേ. എല്ലാവർക്കും ഞാൻ ആ ഈത്തപ്പഴത്തിൽ നിന്ന് അല്ലെങ്കിൽ കാരക്കയിൽ നിന്ന് ഞാനിങ്ങനെ അളന്നു കൊടുത്തു. കടം കിട്ടാനുള്ളവർക്ക് മുഴുവനും, കിട്ടാനുള്ളത് മുഴുവനും ബാപ്പയുടെ കടസംഖ്യ കിട്ടിക്കഴിഞ്ഞപ്പോൾ ഞാൻ ആ ഈത്തപ്പഴത്തിലേക്കൊന്ന് നോക്കി. കന്നഹൂലം യൻഖുസ് മിൻഹു ശൈ, ഒരൊറ്റ ഈത്തപ്പഴം ചുരുങ്ങിയിട്ടില്ല. ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, നബി തങ്ങൾ അത് ചെയ്യുമ്പോൾ തന്നെ ഞങ്ങൾക്ക് ഉറപ്പാണത് സംഭവിക്കുമെന്ന്. സ്വഹാബത്തിന്റെ വിശ്വാസം എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒന്നിടപെട്ടാൽ, അവിടെ വന്നിരുന്നാൽ, അല്ലെങ്കിൽ ഒന്നിടപെട്ടാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് കിട്ടുന്ന ബറക്കത്തിന്, ഖൈറിന് യാതൊരു കണക്കുമില്ല. ഉദ്ദേശിച്ചത് അല്ലാഹു കൊടുക്കും. അതല്ലേ സഹാബത്തിന്റെ വിശ്വാസം. പക്ഷെ ആ നബി തങ്ങളോട് സഹായം തേടിയ ജാബിർ റളിയല്ലാഹു അൻഹുവിന്റെ വിശ്വാസം എന്താണ്? നബി തങ്ങളോട് ഇസ്തിഗാസ ചെയ്താൽ സഹായം കിട്ടും എന്നല്ലേ വിശ്വാസം. പക്ഷേ അങ്ങനെ വിശ്വസിച്ചവൻ ഇസ്ലാം എന്ന് പുറത്താണെന്ന് പറയുന്ന പുത്തൻവാദികൾ, എന്തേ കാരണം? അവരുടെ വിശ്വാസം ഇതൊരു കേവല സാധാരണ മനുഷ്യനാണെന്നാണ്. ഇന്നാ ലില്ലാഹ്. ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ നമുക്ക് കാണാം, അബൂജഹൽ ഒരു ദിവസം അവന്റെ ദൈവങ്ങളെ വിളിച്ച് സത്യം ചെയ്ത് പറഞ്ഞു, മുഹമ്മദ് എങ്ങാനും ഇനി തലകുനിച്ച് സുജൂദ് ചെയ്യുകയാണെങ്കിൽ ഞാൻ അവന്റെ പെരടിക്കൊരു നല്ല ചവിട്ട് കൊടുക്കും. അങ്ങനെ ഞാനങ്ങും നിലത്തിട്ട് ഉരച്ചു കളയും. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ആക്രമിക്കാൻ തീരുമാനിച്ച അബൂജഹൽ എന്ന് പറഞ്ഞു. നബി തങ്ങൾ നിസ്കരിക്കുന്ന സമയത്ത് അബൂജഹൽ സമീപത്തേക്ക് വന്നു. അതേ, ചവിട്ടാനാണ്, പൊരടിയിൽ ചവിട്ടാനാണ്. സമീപത്ത് വന്നത് അവർ കാണുന്നുണ്ട്, ജനങ്ങൾ കാണുന്നുണ്ട്. പിന്നെ അവനതാ പിന്നോട്ടേക്കൊരൊറ്റ പോക്കാട്, കൈ രണ്ടും കൊണ്ട് ഇങ്ങനെ തടുക്കുന്നത് പോലെ കാണുകയാണ്. അദ്ദേഹത്തോട് ചോദിച്ചു, മാലക്ക, നിനക്കെന്ത് പറ്റി? അവന്റെ മറുപടി, ഇന്ന ബൈനീ വ ബൈനഹു ലഖന്ദഖം മിൻ നാർ, മുഹമ്മദിന്റെയും എന്റെയും ഇടയ്ക്ക് തീയിനാനുള്ളൊരു വലിയ കിടങ്ങ് ഞാൻ കാണുകയാണ്. വഹുവ ഹൗലൻ വ അജ്നിഹ, പേടിപ്പിക്കുന്ന പലതും ഞാൻ കാണുകയാണ്, ചില ചിറകുകളും കാണുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, ലൗദനാ മിന്നീ, എന്നിലേക്ക് അവനിങ് അടുത്തിരുന്നുവെങ്കിൽ ലഖ്തതഫതുൽ മലായികതു ഉളുവൻ ഉളുവാ, അവനെ മലക്കുകൾ കഷ്ണം കഷ്ണമാക്കി നുറുക്കിയേനെ. സാധാരണ മനുഷ്യനാണ് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം, സാധാരണ മനുഷ്യനാണ് എന്ന് പറഞ്ഞ് മുസ്ലിമീങ്ങളെ ഈമാൻ തെറ്റിക്കുന്ന കക്ഷികൾ, അവർക്കിങ്ങനെ ഒരു സാധാരണ മനുഷ്യൻ ജനിച്ചതിൽ സന്തോഷം പ്രകടിപ്പിക്കാൻ കഴിയാ. പക്ഷേ ഞങ്ങൾ മുസ്ലിമീങ്ങൾ വിശ്വസിക്കുന്നത് അങ്ങനെയല്ല. അവിടുന്ന് ഒരിക്കലും തന്നെ സാധാരണ മനുഷ്യനല്ല. മുനസ്സഹുൻ അൻ ശരീകിൻ ഫീ മഹാസിനിഹി ഫജൗഹറുൽ ഹുസ്നി ഫീഹി ഗൈറു മുൻഖസിമി ദമദ്അതുൻ സാറഫീൻ ബീമി വഹകും ബിമാ സിതാമദ് ഹംഫീഹി വഹതകീമി. സുഹൃത്തുക്കളെ,
ഇമാം ഇബ്നു ഹജർ അസ്ഖലാനി റളിയല്ലാഹു അൻഹു സഹീഹുൽ ബുഖാരിയുടെ വ്യാഖ്യാനത്തിൽ അതാ അമ്പിയാക്കളുടെ പ്രത്യേകതകൾ, പ്രത്യേകിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രത്യേകതകൾ, എത്ര ദശക്കണക്കിന് പ്രത്യേകതകളാണ് ബുഖാരിയുടെ സറഹിൽ വിവരിച്ചത്. സാധാരണ കാഴ്ചയല്ല, സാധാരണ കേൾവിയല്ല, സാധാരണ മണമല്ല, സാധാരണ ഒന്നുമല്ല, എല്ലാം അസാധാരണ തന്നെ. അത് തന്നെയാണ് അവിടുന്ന് പറഞ്ഞത്, ഫീഹി വുലിത്തു, തിങ്കളാഴ്ച എന്റെ ജന്മദിനമാണ്. തിങ്കളാഴ്ച എത്ര ആള് ജനിച്ചിട്ടുണ്ട് ഇവിടെ? ചൊവ്വാഴ്ച എത്ര ആള് ജനിച്ചിട്ടുണ്ട്? ബുധനാഴ്ച എത്ര ആള് ജനിച്ചിട്ടുണ്ട്? പക്ഷെ അതൊന്നും എന്റെ ജന്മദിനമല്ല, അത് സാധാരണക്കാരുടെ ജന്മദിനമാണ്. ഫീഹി വുലിത്തു, തിങ്കളാഴ്ച ദിവസം എന്റെ ജന്മദിനമാണ്. എന്റെ ജന്മദിനത്തിന് പ്രത്യേകതയുണ്ട്. കാരണം എനിക്ക് പ്രത്യേകതയുണ്ട്. ഞാൻ മറ്റുള്ള ഒരാളെപ്പോലെയും അല്ല. അതുകൊണ്ട് തന്നെ എന്റെ ജന്മദിനത്തിന് പ്രത്യേകതയുണ്ടെന്ന് പഠിപ്പിച്ച നേതാവാണ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ ഹദീസല്ലേ ഇമാം ഇബ്നുൽ ഹജ്ജ് റളിയല്ലാഹു അൻഹുവിനെ പോലുള്ള പണ്ഡിതന്മാർ നബിതങ്ങൾ ജനിച്ച ദിവസത്തിന് പ്രത്യേകതയുണ്ടെങ്കിൽ അവിടുന്ന് ജനിച്ച മാസത്തിന് എന്തായാലും പ്രത്യേകതയുണ്ട്. ഖുർആൻ ഇറങ്ങിയ രാത്രിക്ക് പ്രത്യേകതയുണ്ട്. ആ രാത്രി ഉൾക്കൊള്ളുന്ന മാസത്തിന് മുഴുവനും പ്രത്യേകതയുണ്ട്. ഹബീബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മത്തിൽ സന്തോഷം പ്രകടിപ്പിക്കുന്നു ലോക മുസ്ലിമീങ്ങൾ മുഴുവൻ. ലാസാല അഹ്ലുൽ ഇസ്ലാം യഹ്തഫിലൂന ബിമീലാദിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി തങ്ങളുടെ ജന്മത്തിൽ സന്തോഷം പ്രകടിപ്പിച്ച് മുസ്ലിം ലോകം മുഴുക്കെ ഒരുമിച്ച് കൂടുന്നു, സംഗമിക്കുന്നു, മൗലിദോതുന്നു, ഭക്ഷണം കൊടുക്കുന്നു, ഹലാലായ വിധത്തിലുള്ള സന്തോഷ പ്രകടനങ്ങൾ മുഴുവനും ചെയ്യുന്നു. എല്ലാ ഇമാമീങ്ങളും അതിന് അംഗീകാരം നൽകുന്നു. ധാരാളം മഹാന്മാർ പല വിധത്തിലും ബഹുമാനിച്ചു. മഹാനായ യഹ്യ സർസരി റളിയല്ലാഹു അൻഹു وقد تنهض الأشراف عند سماعه قياما صفونا لو جثيا للركب. നിബിതങ്ങളെ പേര് കേൾക്കുമ്പോൾ മഹാന്മാർ എഴുന്നേറ്റ് നിൽക്കുന്നു, അല്ലെങ്കിൽ അവർ മുട്ടുകുത്തി നിൽക്കുന്നു എന്നുള്ള പദ്യം ചൊല്ലിയപ്പോൾ അതേ കാലം കുറെ കഴിഞ്ഞിട്ട് ആ പദ്യം ഇമാം തഖിയുദ്ദീൻ സുബ്കി റളിയല്ലാഹു അൻഹുവിന്റെ മുമ്പിൽ വെച്ച് ഒരാള് ചൊല്ലിയപ്പോൾ ധാരാളം ഖാദിമാരുണ്ട്, ഇമാമീങ്ങളുണ്ട് സദസ്സിൽ. അത് കേട്ട ഉടനെ ഇമാം സുബ്കി റളിയല്ലാഹു അൻഹു ആദരിച്ച് ബഹുമാനിച്ച് എഴുന്നേറ്റ് നിന്നു. കേട്ട മാത്രയിൽ തന്നെ അവിടുന്ന് എഴുന്നേറ്റ് നിന്നു. അവിടെ വലിയ ആത്മീയ ചൈതന്യമുണ്ടായെന്ന് മകൻ താജുദ്ദീൻ സുബ്കി റളിയല്ലാഹു അൻഹു തബഖാത്തിൽ രേഖപ്പെടുത്തിയത് കാണാം. ഏത് വിധത്തിലും ബഹുമാനിച്ചാൽ അതുണ്ടോ സുഹൃത്തുക്കളെ കൂടിപ്പോകുന്നു. ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബഹുമാനിക്കുന്നതിന്റെ ഭാഗമാണ് അവിടുത്തെ ജന്മദിനാഘോഷ പരിപാടികൾ മുഴുവനും. അവിടുന്ന് ഇങ്ങനെ സാധാരണ മനുഷ്യരാണെന്ന് പറയാൻ ധൈര്യം വരിക? ഒരു ഈമാനുള്ളവന് പറയാൻ ധൈര്യം വരുമോ? ഇന്നാലില്ല, എന്തിനധികം പറയണം. യാ നിസാ അന്നബി ലസ്തുന്ന കഅഹദിൻ മിനൻ നിസാ. നബി തങ്ങൾ വിവാഹം കഴിച്ച ബന്ധമാണ് ഭാര്യമാരോട്. ആ ഭാര്യമാരോട് അല്ലാഹു പറയുന്നു, നിങ്ങളാരും വേറെ പെണ്ണുങ്ങളെ പോലെയല്ല. നബി തങ്ങളുടെ ഭാര്യമാര് വേറെ സ്ത്രീകളെ പോലെയല്ല എന്ന് ഖുർആൻ പറയാണ്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സാധാരണ മനുഷ്യനാണെന്ന് പറയണമെങ്കിൽ ഒരു മനുഷ്യന്റെ ഈമാൻ മുഴുവനും ചോർന്നു പോകണ്ടേ സുഹൃത്തുക്കളെ? അത്തരം ആളുകളാണ് ഹബീബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സംബന്ധിച്ച് അങ്ങനെ ചിന്തിക്കുന്നത്. അബൂലഹബിന്റെ ഭാര്യ, അവൾ ഒരു നീചയായ പെണ്ണായിരുന്നു. സുബ്ഹാനല്ലാഹ്, അവൾ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം വല്ലാതെ ശല്യം ചെയ്ത പെണ്ണായിരുന്നു. പരിശുദ്ധ ഖുർആൻ അതുകൊണ്ടാണല്ലോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് തബ്ബലക യാ മുഹമ്മദ് എന്ന് ആക്ഷേപിച്ച് പറഞ്ഞ അബൂലഹബിനെതിരെ
പരിശുദ്ധ ഖുർആൻ ഒരു സൂറത്ത് ഇറക്കിയപ്പോ വംറാത്തുഹു ഹമ്മാലത്തുൽ ഹതബ് എന്നവന്റെ ഭാര്യയെയും കൂടി കൂട്ടി പറഞ്ഞു അല്ലാഹു തആല. ഫീ ജീദിഹാ ഹബ്ലും മിൻ മസദ് സയസ്ലാ നാറൻ ദാത ലഹബ്. നരകത്ത് കടക്കൂന്ന് പറഞ്ഞു അല്ലാഹു തആല ഖുർആനിൽ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. അബൂജഹലിന് റസൂലുള്ളാഹിനോടുള്ള വിരോധം തീർക്കാൻ നല്ലൊരു പരിപാടി ഉണ്ടായിരുന്നു. എന്തേ? അവൻ ബാഹ്യമായിട്ട് അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു അശ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹി എന്ന് പറഞ്ഞാൽ അവന് ഖുർആനെ പൊട്ടിക്കാൻ കഴിയൂലേനോ. കാരണം അവന് പറഞ്ഞൂടെ നരകത്ത് കടക്കൂന്ന് എന്നെ പറ്റി നിങ്ങളെ ഖുർആൻ പറഞ്ഞില്ലേ, ഞാൻ മുസ്ലിം ആയില്ലേ, ഇനി ഞാൻ നരകത്ത് കടക്കും, അപ്പൊ ഖുർആൻ പറഞ്ഞ കളവല്ലേ എന്നവന് വാദിക്കാൻ ഒരു ചാൻസ് കിട്ടൂലായിരുന്നു. പക്ഷെ അവനത് സാധിച്ചില്ലല്ലോ. ഖുർആനെ പൊട്ടിക്കാനുണ്ടോ ആർക്കെങ്കിലും കഴിയുന്നു? അള്ളാഹുവിന്റെ റസൂലിനെ പൊട്ടിക്കാനുണ്ടോ ആർക്കെങ്കിലും കഴിയുന്നു? അവനങ്ങനെ ഒരു മനസ്സ് പോലും ഉണ്ടായില്ലല്ലോ. അവന് നല്ല സുഖമായിരുന്നില്ലേ? പക്ഷെ അത് കഴിയൂലല്ലോ. വല്ലാഹു യസിമുക മിനന്നാസ്. നബിയേ, തങ്ങളെ പ്രൊട്ടക്ഷൻ അല്ല ഏറ്റെടുത്തിരിക്കുന്നു. അങ്ങയെ കൊല്ലാൻ കഴിയൂല.